എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമാകൃഷ്ണൻ TV, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ വീക്കിലി പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഗ്ലോബലി സ്റ്റോക്ക് മാർക്കറ്റുകളുടെ പെർഫോമൻസ് കഴിഞ്ഞ ആഴ്ച നോക്കുകയാണെങ്കിൽ അമേരിക്കൻ മാർക്കറ്റുകൾ, അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റുകൾ, ഇന്ത്യൻ മാർക്കറ്റ്, ഈ മാർക്കറ്റുകളാണ് സ്ലൈറ്റ്ലി വീക്കായിട്ട് വീക്ക് ടു വീക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം ചൈനീസ് മാർക്കറ്റ് ഇൻഡെക്സുകൾ CSI 300 3 ഇയർ ഹൈയിലും മറ്റ് ഇൻഡെക്സുകൾ 10 ഇയർ ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ജപ്പാനും വീക്ക് ടു വീക്ക് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ചൈനയിൽ കഴിഞ്ഞ 3-4 ആഴ്ചകളായിട്ട് ചിപ്പ് മേക്കിംഗ് കമ്പനികളാണ് നല്ല രീതിയിൽ റാലി ചെയ്യുന്നത്. 100 മുതൽ 145% വരെ സ്റ്റോക്ക് പ്രൈസസ് ഒക്കെ ഇത്തരത്തിലുള്ള കമ്പനികളുടെ ഉയർന്നിട്ടുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ചൈനീസ് AI പ്രൊജക്റ്റുകൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ചൈന മെയ്ഡ് ചിപ്പുകളും സെമി കണ്ടക്ടറുകളൊക്കെയാണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ്. ഇതിനു മുമ്പ് മെജോറിറ്റി യൂസ് ചെയ്തിരുന്നത് NVIDIA ചിപ്പുകളായിരുന്നു. ഇപ്പോൾ NVIDIA ചിപ്പുകളല്ല, മെയ്ഡ് ഇൻ ചൈന ചിപ്പുകളാണ് ഇവിടേക്ക് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ചൈനീസ് മാർക്കറ്റിലുണ്ട്. ചൈനീസ് മാർക്കറ്റുകൾ 10 ഇയർ ഹൈനടുത്താണ് ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ചൈനീസ് സ്റ്റോക്ക് മാർക്കറ്റ് ടേൺ ഓവർ റെക്കോർഡ് ഹൈനടുത്തേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം റീറ്റെയിൽ ഫ്രണ്ട്സിയും ചൈനയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മാർജിൻ ഫണ്ടിങ്ങിൽ കൂടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിൻ്റെ എണ്ണം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് ചൈനയിൽ. ചൈനീസ് റെഗുലേറ്റർ, സെൻട്രൽ ബാങ്ക് ഒക്കെ അത് കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ എടുക്കുന്ന ദിവസങ്ങളിൽ ചെറിയ വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടാവും. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് റിക്കവർ ചെയ്യുന്നൊരു സിറ്റുവേഷനാണ് ചൈനയിലുള്ളത്. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ കഴിഞ്ഞ ആഴ്ചയിൽ പുറത്തു വന്നിട്ടുള്ള ഡാറ്റകൾ നോക്കുകയാണെങ്കിൽ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റ വന്നിരുന്നു. ഇൻലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻസ് ആണ്. അതുപോലെ തന്നെ കൺസ്യൂമർ സെൻറ്റിമെൻറ്റ് ഡാറ്റ വന്നിരുന്നു, സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ്. അപ്പോൾ ഈ രണ്ട് ഡാറ്റയും ഇൻഡിക്കേറ്റ് ചെയ്യുന്നു US ഫെഡ് സെപ്റ്റംബർ 16-17 തീയതികളിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള ഒരു ഡിസിഷൻ എടുക്കും എന്ന തരത്തിലുള്ള ഇൻഡിക്കേഷനാണ്. ഇത് സാധാരണ രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റിന് പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് നൽകാറ്. അതോടൊപ്പം തന്നെ ഗോൾഡ് പോലുള്ള കമോഡിറ്റികൾക്കും പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് നൽകാറ്. പക്ഷേ വെള്ളിയാഴ്ച സ്റ്റോക്ക് മാർക്കറ്റിൽ അതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് കണ്ടിട്ടില്ല. മറിച്ച് ഗോൾഡിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. $3448.7 പെർ ഔൺസിനാണ് ഗോൾഡ് വെള്ളിയാഴ്ച സ്പോട്ട് ഗോൾഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗോൾഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉണ്ട്. ഗ്ലോബലി സെൻട്രൽ ബാങ്കുകൾ സാധാരണ അവരുടെ ഫോറക്സ് ഒക്കെ കീപ്പ് ചെയ്യുന്നത് സേഫ് ഹെവൻ അസറ്റുകളുണ്ട്. ഡോളർ ഡിനോമിനേറ്റഡ് അസറ്റ്സ്, യൂറോ ഡിനോമിനേറ്റഡ് അസറ്റ്സ്, അതുപോലെ തന്നെ ഗോൾഡ് പോലുള്ള കമോഡിറ്റികൾ. സാധാരണ രീതിയിൽ ഡോളർ ഡിനോമിനേറ്റഡ് അസറ്റ്സ് ആണ് പ്രാമുഖ്യം കൊടുക്കാറ്. പക്ഷേ ഡോളർ ഡിനോമിനേറ്റഡ് അസറ്റ്സിൻ്റെ പെർസെൻറ്റേജ് ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ടോട്ടൽ ഗ്ലോബൽ സെൻട്രൽ ബാങ്കുകളുടെ ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 46% ഡോളർ ഡിനോമിനേറ്റഡ് അസറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. 20% ഇപ്പോൾ ഗോൾഡിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. 16% മാത്രമേ ഉള്ളൂ യൂറോ ഡിനോമിനേറ്റഡ് അസറ്റ്സിൽ. മുമ്പ് 20% യൂറോ ഡിനോമിനേറ്റഡ് അസറ്റ്സിലായിരുന്നു. ഇപ്പോൾ ഗോൾഡാണ് ആ സ്ഥാനം കൈയടക്കിയിരിക്കുന്നത്. ഇത് ഗോൾഡിനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. വേൾഡ് ഗോൾഡ് കൗൺസിൽ പറയുന്നത് അടുത്ത വർഷങ്ങളിലും സെൻട്രൽ ബാങ്കുകൾ വലിയ രീതിയിൽ ഗോൾഡ് വാങ്ങും എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഹാർവാർഡ് മാനേജ്മെൻറ്റ് കമ്മിറ്റി ഇതുവരെ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാത്തൊരു ഫണ്ടാണ്. അവർ ആദ്യമായിട്ട് ഗോൾഡിലും കൂടി എക്സ്പോഷർ എടുത്തിരിക്കുകയാണ്. അവരുടെ പോർട്ട്ഫോളിയോയുടെ ടോട്ടൽ പോർട്ട്ഫോളിയോയുടെ 12% ഇപ്പോൾ ഗോൾഡാണ്. അപ്പോൾ ഈ രണ്ട് ന്യൂസുകളും ഗോൾഡിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ ഇൻക്രീസിങ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും ഗോൾഡിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അമേരിക്ക ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുകയാണെങ്കിൽ അതും ഗോൾഡിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അപ്പോൾ ഗോൾഡിനെ സംബന്ധിച്ച് നല്ല ഡേയ്സാണ് ഹെഡ്. അടുത്ത ദിവസങ്ങളിൽ മിക്കവാറും ഗോൾഡ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കമോഡിറ്റി സിൽവർ വളരെ കാലത്തിന് ശേഷമാണ് സ്പോട്ട് പ്രൈസ് $40 പെർ ഔൺസ് ക്രോസ് ചെയ്യുന്നത്. വെള്ളിയാഴ്ച $40 പെർ ഔൺസ് ക്രോസ് ചെയ്തിരുന്നു. അതിന് ശേഷം സ്ലൈറ്റ്ലി ബിലോ ആണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത് $40.37 പെർ ഔൺസിനാണ്. സിൽവറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഗോൾഡ് സിൽവർ റേഷ്യോ സിൽവർ ഇൻക്രീസ് ചെയ്യുന്ന ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് നൽകുന്നത്. അതേസമയം ധാരാളം പോസിറ്റീവ് ന്യൂസ് സിൽവറിന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ സൗദി സെൻട്രൽ ബാങ്ക് ആദ്യമായിട്ട് സിൽവർ
ETF ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുകയാണ്. അടുത്ത മാസങ്ങളിലും അവർ സിൽവർ ETF ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അതോടൊപ്പം തന്നെ റഷ്യ ഫിസിക്കൽ മാർക്കറ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് സിൽവർ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാത്തിനും പുറമെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ന്യൂസ് വന്നിരിക്കുന്ന അമേരിക്കയിൽ നിന്നാണ്. US ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻറ്റീരിയറും പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് സിൽവറിനെ കൂടെ ക്രിട്ടിക്കൽ മിനറൽസിൻ്റെ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തണം എന്നാണ്. അവർ പറയുന്ന റീസൺ സിൽവറിന് ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതിനനുസരിച്ചുള്ള പ്രൊഡക്ഷൻ ഗ്ലോബലി ഇല്ല, അതുകൊണ്ട് തന്നെ ക്രിട്ടിക്കൽ മിനറൽ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തണം എന്നാണ്. ഇത് വളരെ പോസിറ്റീവായിട്ട് ന്യൂസാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും മുമ്പ് തന്നെ ഒരു പക്ഷേ സിൽവർ വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റമൊക്കെ നടത്താനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ സിൽവർ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടുന്നതായിരിക്കും, സിൽവർ ETF കൂടെ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടുന്നതായിരിക്കും ഇൻവെസ്റ്റേഴ്സിന് നല്ലത്, അല്ലാതെ ഫ്യൂച്ചേഴ്സിൽ പൊസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നതല്ല. അതോടൊപ്പം തന്നെ മറ്റ് കമോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3-4 ആഴ്ചകളായിട്ട് കൺസോൾട്ടേഷൻ മോഡിലുള്ള കോപ്പറാണ്. കോപ്പറും അടുത്ത ദിവസങ്ങളിൽ നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ അലുമിനിയം സിങ്കും ഔട്ട് പെർഫോം ചെയ്യാൻ സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. അയൺ ഓറും കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് അയൺ ഓർ പ്രൈസസും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നാച്ചുറൽ ഗ്യാസും കഴിഞ്ഞ ആഴ്ചയിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം ബ്രെൻഡ് ക്രൂഡ് ഓയിൽ മാത്രമാണ് വീക്ക് ടു വീക്കോ നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി വീക്കായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ റുപ്പിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ റുപ്പി കഴിഞ്ഞ വെള്ളിയാഴ്ച പുതിയ റെക്കോർഡ് ലോക്ക് ഹിറ്റ് ചെയ്തിരുന്നു. US ഡോളറിന് അഗൻസ്റ്റ് 188.19 രൂപ പെർ ഡോളറാണ്. പക്ഷെ ക്ലോസ് ചെയ്തിരുന്നത് 87.85 രൂപ പെർ ഡോളറാണ്. ഇത് പൊതുവെ അമേരിക്കൻ താരിഫിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആണ്. അഡീഷണൽ താരിഫ് ഇമ്പോസ് ചെയ്തപ്പോൾ നമ്മുടെ കമ്പനികൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ ഷോർട്ട് മീഡിയം ടൈമിൽ നമ്മുടെ എക്കണോമിക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളുടെ ഒരു ഇൻഡിക്കേഷനും കൂടിയാണ് റുപ്പിയുടെ US ഡോളറിന് എഗൻസ്റ്റ് ആയിട്ടുള്ളൊരു ഫാളിൻ്റെ കാരണം. പക്ഷേ കാര്യമായിട്ടുള്ളൊരു ക്രാഷ് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് കണ്ടിന്യൂസ് സെല്ലേഴ്സ് ആണ്, പക്ഷേ അവരുടെ സെല്ലിംഗ് ഒക്കെ നമ്മുടെ ഫണ്ടുകൾ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവറോൾ വന്നിട്ടുള്ളൊരു നെഗറ്റീവ് റിയാക്ഷനാണ് റുപ്പിയുടെ കാര്യത്തിലും ചെറിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലാത്ത പക്ഷം നമ്മളെ സംബന്ധിച്ച് താരിഫിൻ്റെ ഒരു ഇമ്പാക്റ്റ്, അഡീഷണൽ താരിഫിൻ്റെ ഇമ്പാക്റ്റ് ടെമ്പററി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടു മീഡിയം ടൈമിലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ 1-2 മാസത്തിനുള്ളിൽ ഇത്തരത്തിലെ കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും സെറ്റിൽ ചെയ്യുന്നുള്ള ഒരു റിപ്പോർട്ടുകളാണ് പുറത്തും വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റും വലിയ രീതിയിൽ എക്സ്പോർട്ട് റിലേറ്റഡ് കമ്പനികൾക്ക് വലിയ രീതിയിലുള്ള മെഷേഴ്സ്, സോപ്പുകളൊക്കെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റും അതാത് സ്റ്റോക്കുകളിലൊക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. ടെക്സ്റ്റൈൽ രംഗത്തുള്ള കമ്പനികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കോട്ടൺ ഇമ്പോർട്ട് ഡ്യൂട്ടി 0 ആക്കിയിരിക്കുകയാണ്. ഡിസംബർ 2025 വരെ അത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റ് പല മെഷേഴ്സും അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ടെക്സ്റ്റൈൽ റിലേറ്റഡ്, അപ്പാരൽ റിലേറ്റഡ് കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ലോങ് റണ്ണിൽ നൽകാൻ പോകുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ട് എക്സ്പോർട്ട് ഇഷ്യൂസിൽ നിന്നുള്ള ഒരു സേഫ്റ്റി മെഷറായിട്ട് വേണം നമ്മൾ ഇത്തരത്തിലുള്ള ഗവൺമെൻറ് ഹെൽപ്പിനെ കണക്കാക്കാനായിട്ട്. ഒപ്പം നമ്മൾ മറ്റ് ന്യൂസ് ഫ്ലോസ്, സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അഡാനി പവറാണ് കണ്ടിന്യൂസ് ആയിട്ട് ലാർജ് പവർ പ്രോജക്റ്റുകൾ ബാഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 2025 ഏപ്രിലിന് ശേഷം വീണ്ടും അവർ വലിയ പ്രൊജക്റ്റ് ബാഗ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 3 പ്രൊജക്റ്റുകളാണ് ബാഗ് ചെയ്തിട്ടുള്ളത്. ഒപ്പം ടോറൻറ്റ് പവറും പുതിയൊരു പ്രൊജക്റ്റ് ബാഗ് ചെയ്തിട്ടുണ്ട്. വാരി എനർജിയുടെ ഗ്ലോബൽ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് കമ്പനീസ് ഇൻ ദ വേൾഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഗ്ലോബൽ സോളാർ മോഡ്യൂൾ മാനുഫാക്ചറിംഗ് ടോട്ടൽ അവരുടെ കപ്പാസിറ്റി 16.7 ഗിഗാവാട്ടാണ്. ഇന്ത്യയിലത്തെ കപ്പാസിറ്റി 5.4 ഗിഗാവാട്ട് ഉണ്ട്. അതുപോലെ തന്നെ അമേരിക്കയിൽ 452 മെഗാവാട്ട് ഉണ്ട്. 25 കൺട്രികളിൽ പ്രസൻസ് ഉണ്ട് കമ്പനിക്ക്. അതുപോലെ തന്നെ ഇൻവെർട്ടേഴ്സ്, EPC സർവേഴ്സ്, അത്തരത്തിലുള്ള റിലേറ്റഡ് ആക്ടിവിറ്റീസും ഉണ്ട്. സോളാർ റിലേറ്റഡ് എനർജി ആക്ടിവിറ്റീസിലും ഈ കമ്പനിക്ക് പാർട്ടിസിപ്പേഷൻ ഉണ്ട്. അപ്പോൾ ലോങ് റണ്ണിൽ 2027-28 വർഷങ്ങളിൽ ആവുമ്പോഴേക്കും സോളാർ പവർ പ്രൊഡക്ഷൻ എക്സസ് ആവുന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ലാർജ് കമ്പനികൾക്ക് കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ്, പ്രത്യേകിച്ച് സോളാർ മോഡ്യൂൾ മാനുഫാക്ചറിങ് കമ്പനികൾക്ക് കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും തന്നെ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ലോങ് റണ്ണിൽ ഈ ന്യൂസുകളെല്ലാം തന്നെ വാരി എനർജീസിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. FMCG എക്സ്പോർട്സ് ഡാറ്റ വന്നിട്ടുണ്ട്. 2024-25 വർഷത്തിലത്തെ ITC ആണ് സ്റ്റാർ പെർഫോമർ. ഇയർ ടു ഇയർ നോക്കുകയാണെങ്കിൽ
17% എക്സ്പോർട്ട് ഇൻക്രീസ് വന്നിരിക്കുന്നത്. സെക്കൻഡ് നിൽക്കുന്നത് മാരിക്കോ ആണ്, തേർഡ് ഡാബറാണ്. അപ്പോൾ ഈ കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. ഫുഡ് ആൻഡ് ബിവറേജസിലാണ് കമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 21.4% ഗ്രോത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ FMCG ന്യൂസ്, FMCG എക്സ്പോർട്ട് ഡാറ്റയൊക്കെ FMCG കമ്പനികൾക്ക് പോസിറ്റീവാണ്. പ്രത്യേകിച്ച് ITC, മാരിക്കോ, ഡാബർ കമ്പനികൾക്ക്, അതുപോലെ തന്നെ ടാറ്റ കൺസ്യൂമർ, ഗോദ്രേജ് കൺസ്യൂമർ കമ്പനികളെ സംബന്ധിച്ചും പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്ന ന്യൂസാണ്. അതോടൊപ്പം തന്നെ ജുവല്ലറി അസോസിയേഷൻ പറഞ്ഞിരിക്കുന്നത് നമ്മൾ കാറും അതുപോലെ തന്നെ മറ്റ് അസറ്റുകളും ഇൻസ്റ്റാൾമെൻറ്റ് വ്യവസ്ഥയിൽ വാങ്ങുന്ന പോലെ EMIയിൽ കൂടെ ഗോൾഡ് ഓർണമെൻറ്റും വാങ്ങാനായിട്ട് ജനങ്ങൾ അലവ് ചെയ്യുന്നതാണ്. അത്തരത്തിലുള്ള സ്കീമുകൾക്ക് പെർമിഷൻ കൊടുക്കണം എന്നാണ് ഗവൺമെൻറ്റിനോട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഗവൺമെൻറ് ആ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത ബഡ്ജറ്റിൽ അത്തരത്തിലുള്ള അനൗൺസ്മെൻ്റ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഒപ്പം അസ്ട്രാസെനക്ക എന്നും ബ്ലോക്ക് ബസ്റ്റർ ഡ്രഗുകൾ ലോഞ്ച് ചെയ്യുന്നൊരു കമ്പനിയാണ്. കഴിഞ്ഞ വർഷം അവർ അനൗൺസ് ചെയ്തിരുന്ന ബാക്സ്ട്രോസ്റ്റാറ്റ് എന്ന് പറയുന്ന BP കുറയ്ക്കാനുള്ള ഡ്രഗ് ഒരു വർഷത്തെ ക്ലിനിക്കൽ ട്രയലിൽ വളരെ എഫക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. ഇനി 5 വർഷം കൂടി എടുക്കും അതിൻ്റെ ഫുൾ ട്രയൽ കംപ്ലീറ്റ് ആവുമ്പോൾ. അങ്ങനെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം ഈ ഡ്രഗ് സക്സസ് ആണെങ്കിൽ $5 ബില്യൺ മാർക്കറ്റാണ് അവർക്ക് തുറന്ന് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അസ്ട്രാസെനക്കനെ സംബന്ധിച്ച് ഓൾവേസ് ക്യാൻസർ റിലേറ്റഡ് ആയാലും മറ്റ് ക്രിട്ടിക്കൽ ഇൽനെസ് ആയുള്ള പുതിയ ഡ്രഗുകൾ ലോഞ്ച് ചെയ്യുന്നൊരു കമ്പനിയാണ്. AI സർവീസസിലൊക്കെ വലിയ രീതിയിൽ AI റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലത്തെ അവരുടെ സബ്സിഡിയറിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 5 കോടി മാത്രമാണ് ക്യാപിറ്റലുള്ളൂ. 2 രൂപയാണ് ഫേസ് വാല്യൂ. 75% അത് പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലാണ്. അപ്പോൾ ഫ്ലോട്ടിംഗ് സ്റ്റോക്കും കുറവാണ്. ഇത്തരത്തിലുള്ള ബ്ലോക്ക് ബസ്റ്റർ ഡ്രഗ് അനൗൺസ്മെൻറ്റുകൾ വരുമ്പോൾ റിയാക്ഷനൊക്കെ കാണിച്ചേക്കാം. ഓൾറെഡി കഴിഞ്ഞ വർഷം അത്തരത്തിലുള്ള റിയാക്ഷനൊക്കെ കണ്ടിരുന്നു. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് കഴിഞ്ഞ മാസങ്ങളിൽ സ്റ്റോക്ക് പ്രൈസിലുണ്ടായിട്ടുള്ള വർധനവ്. എന്നിരുന്നാലും ലോങ് റണ്ണിൽ ഇത്തരത്തിലുള്ള ന്യൂസുകളൊക്കെ ഈ കമ്പനിയെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ IPO സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന 3 IPOs ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ. വിക്രാൻ എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരുന്നു 24.87 ടൈംസ് ഓവർ സബ്സ്ക്രൈബ്ഡ് ആണ്. അതുപോലെ തന്നെ NSE SMEയിൽ സജസ്റ്റ് ചെയ്തിരുന്ന സത്വ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ ലിമിറ്റഡ് 198.17 ടൈംസ് ഓവർ സബ്സ്ക്രൈബ്ഡ് ആണ്. കറണ്ട് ഇൻഫ്രാ പ്രൊജക്ട് ലിമിറ്റഡ് 329.44 ടൈംസ് ഓവർ സബ്സ്ക്രൈബ്ഡ് ആണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഇതിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള IPOs ആണ് ഈ 3 IPOസും. ഈ ആഴ്ചയും SME IPOസും അതുപോലെ തന്നെ മെയിൻ ബോർഡ് IPO ഒക്കെ ഉണ്ട്. പക്ഷേ ഫണ്ടമെൻ്റൽസ് നോക്കുമ്പോൾ കാര്യമായിട്ടുള്ള ലിസ്റ്റിംഗ് ഗെയിൻ ഒന്നും തന്നെ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ താല്പര്യത്തിനനുസരിച്ച് റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റിക്ക് അനുസരിച്ച് അത്തരത്തിലുള്ള IPOസിൽ അപ്ലൈ ചെയ്യണമെന്നുള്ള കാര്യം അവർക്ക് തീരുമാനിക്കാവുന്നതാണ്. ഇനി നമ്മുടെ പ്രധാനമന്ത്രി ജപ്പാൻ സന്ദർശിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ചൈനയിൽ ഇന്നലെ എത്തിയിട്ടുണ്ട്. ഇന്നും നാളെയായിട്ട് ചൈനീസ് സന്ദർശനം കഴിയും. ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസൊക്കെ വളരെ പോസിറ്റീവാണ്. ഇന്ത്യ ചൈന റിലേഷൻഷിപ്പ് വലിയ രീതിയിൽ മുന്നേറുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. തീർച്ചയായിട്ടും ഇത് ചൈനീസ് ജോയിൻറ്റ് വെഞ്ചർ കമ്പനികളുണ്ട് ഇന്ത്യയിൽ. ആ കമ്പനികളെ സംബന്ധിച്ചൊക്കെ വളരെ പോസിറ്റീവാണ്. ഡിക്സൺ ടെക്നോളജിക്ക് ധാരാളം സബ്സിഡിയറികളുണ്ട്. അതുപോലെ തന്നെ ഇപാക് ഡ്യൂറബിളിനുണ്ട്. ഇത്തരത്തിൽ ചൈനീസ് ജോയിൻറ്റ് വെഞ്ചർ കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് ഈ ന്യൂസ് ഫ്ലോസ് നൽകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കമ്പനികളൊന്ന് വാച്ച് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റ് ന്യൂസ് ഫ്ലോസൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് ഇപ്പോഴത്തെ അഡീഷണൽ താരിഫിൽ നിന്ന് നമ്മുടെ കമ്പനികളെ രക്ഷപ്പെടുത്താനും അതുപോലെ തന്നെ നമ്മുടെ എക്കണോമിക്ക് ഒരു പ്രോപ്പപ്പ് നൽകാനായിട്ടുള്ള മെഷേഴ്സ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബർ 3-4 തീയതികളിലാണ് GST കൗൺസിലിൻ്റെ മീറ്റിംഗ്. അപ്പോൾ GST സ്ലാബുകൾ കുറയ്ക്കാണ്. ധാരാളം കമോഡിറ്റികളുടെ പ്രൈസ്, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഐറ്റത്തിൻ്റെയൊക്കെ പ്രൈസ് താഴെ പോകാൻ. ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നമ്മുടെ എക്കണോമിയിൽ ഉണ്ടാവും. അതോടൊപ്പം തന്നെ എല്ലാ സെഗ്മെൻറ്റിലും കൺസംഷൻ ഓറിയൻറ്റഡ് സെക്ടേഴ്സിനൊക്കെ ഇത് പോസിറ്റീവ് ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. അപ്പോൾ സെപ്റ്റംബർ 3-4 തീയതികളിലാണ്. അപ്പോൾ ഈ ആഴ്ചയിൽ ആ അനൗൺസ്മെൻറ്റുകളും വരും.
ഓവറോൾ നോക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് അഡീഷണൽ താരിഫിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് മാത്രമേ ഉള്ളൂ. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് നൽകുന്ന ന്യൂസ് ഫ്ലോസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം നമ്മുടെ Q1 GDP വെള്ളിയാഴ്ച അനൗൺസ്മെൻറ്റ് വന്നിരുന്നു. 7.8% Q1 നമ്മുടെ എക്കണോമി ഗ്രോ ചെയ്തിട്ടുള്ളത്. എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തേക്കാളും വളരെ വലിയ ഒരു ഫിഗറാണ്. ഈ റണ്ണിങ് ക്വാർട്ടറിൽ ഇത്തരത്തിലുള്ള ഗ്രോത്ത് ഉണ്ടാവുക എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്നിരുന്നാലും Q1 ഡാറ്റ വളരെ പ്രോമിസിങ് ആണ്. ഈ ഡാറ്റയുടെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് സാധാരണ രീതിയിൽ മാർക്കറ്റിൽ കാണേണ്ടതാണ്. പക്ഷേ നമ്മുടെ അഡീഷണൽ താരിഫിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് നിൽക്കുന്നു. അതുപോലെ തന്നെ അമേരിക്ക വീണ്ടും പറഞ്ഞിരിക്കുന്നത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന അഡീഷണൽ താരിഫ് ഒന്നും തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് വിഡ്രോ ചെയ്യാൻ പോകുന്നില്ല എന്നൊരുത്തുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ GDP ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് GDP ഡാറ്റയുടെ ഇമ്പാക്റ്റ് എത്രത്തോളം മാർക്കറ്റിലുണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണണം. പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ ചൈനീസ് റിലേഷൻഷിപ്പ് ബെറ്റർ ആവുന്നു, അതുപോലെ തന്നെ GDP ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആവുന്നു. അത്തരത്തിലുള്ള ന്യൂസുകൾ അഡീഷണൽ താരിഫ് നെഗറ്റീവ് ഇമ്പാക്റ്റിനെയൊക്കെ ഓവർകം ചെയ്യാൻ സാധ്യതയുള്ള ന്യൂസുകളാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചൊരു വളാട്ടിലിറ്റി ഒക്കെ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ നിഫ്റ്റി ഒരു പക്ഷേ 24,000 താഴാനുള്ള സാധ്യതകളുണ്ട്. കാരണം അത്തരത്തിലുള്ള ഇൻഡിക്കേഷനാണ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സെഗ്മെൻറ്റിൽ കഴിഞ്ഞ ആഴ്ചയിലത്തെ പൊസിഷൻ ബിൽഡപ്പും റോൾ ഓവറൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യണം. പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ അഡീഷണൽ താരിഫിൻ്റെ നെഗറ്റീവ് ന്യൂസ് ഫ്ലോസ് നിലനിൽക്കുന്നുണ്ട്. ഇനി എന്താണ് ട്രംപ് അനൗൺസ് ചെയ്യാൻ പോകുന്നുള്ള കാര്യം നമുക്ക് അദ്ദേഹത്തിൻ്റെ അനൗൺസ്മെൻറ്റുകളൊക്കെ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. അപ്പോൾ ഒരു വൊളാറ്റിലിറ്റി ഒക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ലോങ് ടേം തിങ്കിങ് ആണ് എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഇപ്പോൾ ആവശ്യം. ലോങ് ടേമിലേക്ക് വാങ്ങാനുള്ള അവസരമാണ് മാർക്കറ്റ് ഫാളുകൾ. അപ്പോൾ അത്തരത്തിലുള്ള മാർക്കറ്റ് ഫാളുകളിൽ ലോങ് ടേമിലേക്കുള്ള ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ വാങ്ങാനുള്ള ഡിസിഷൻ എടുക്കുന്നതായിരിക്കും. അതും ഒറ്റയടിക്ക് വാങ്ങണമെന്നൊന്നുമില്ല, ഘട്ടം ഘട്ടമായിട്ട് വാങ്ങുന്ന ഡിസിഷൻ ആയിരിക്കും നല്ലത്. നമ്മൾ മുമ്പ് സജസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളുണ്ട്. അപ്പോളോ ഹോസ്പിറ്റൽ ഡീമർജർ വരെയാണ് അവരുടെ ഫാർമസി ഡിവിഷൻ. അതുപോലെ തന്നെ HDFC ബാങ്കിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഗ്ലോബലി എമർജിംഗ് മാർക്കറ്റ് ഫണ്ടുകൾ 71% ഫണ്ടുകളും ഏറ്റവും കൂടുതൽ ഹോൾഡ് ചെയ്യുന്നൊരു സ്റ്റോക്കാണ് HDFC ബാങ്ക്. അത് കഴിഞ്ഞ് ICICI ബാങ്കാണ് സെക്കൻഡ് ഹോൾഡിങ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ സെമി കണ്ടക്ടർ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് CG പവറിൻ്റെ സബ്സിഡിയറിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും CG പവറിന് പോസിറ്റീവ് ആണ്. ടൈറ്റൻ ദമാസ് ജ്വല്ലറി ഗ്രൂപ്പ് GCC ഗൾഫ് കൺട്രികളിലെ ടേക്ക് ഓവർ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് തീർച്ചയായിട്ടും ലോങ് റണ്ണിൽ ലഭിക്കും. അതുപോലെ തന്നെ M&M ടേക്ക് ഓവർ ചെയ്തിട്ടുള്ള SML ഇസുസുവിൻ്റെ പേരൊക്കെ ഭാവിയിൽ SML മഹീന്ദ്ര എന്നായി മാറിയേക്കാം. മഹീന്ദ്രയുടെ അണ്ടറിലുള്ള ഹെവി കമേഴ്ഷ്യൽ വെഹിക്കിൾസൊക്കെ ഇതിൻ്റെ അണ്ടറിലേക്ക് വരും. ഇലക്ട്രിക് ബസ്സുകൾ, അതുപോലെ തന്നെ ഹൈഡ്രജൻ ബസ്സസൊക്കെ നിർമ്മിക്കാൻ പോകുന്നത് ഈ കമ്പനിയിലായിരിക്കും. ഒപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള അസ്ട്രാസെനക്ക, അതോടൊപ്പം തന്നെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കുന്ന കീടെക്സ്. ഇപ്പോൾ അമേരിക്കയിലേക്ക് മാത്രമായിരുന്നു ഇതുവരെ എക്സ്പോർട്ട് 92% അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്തിരുന്നു പ്രൊഡക്റ്റുകളൊക്കെ. അപ്പോൾ കീടെക്സിൻ്റെ MD പറഞ്ഞിരിക്കുന്നത് ട്രംപിന് നന്ദി പറഞ്ഞിരിക്കുകയാണ്. ട്രംപാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഈ ക്രൈസിസിൽ നിന്ന് പുതിയൊരു പ്രൊജക്റ്റിലേക്ക് തിങ്ക് ചെയ്യാനുള്ള അവസരം ഒരുക്കിയെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇന്ത്യൻ മാർക്കറ്റ് ഇതുവരെ കീടെക്സ് ടാപ്പ് ചെയ്തിരുന്നില്ല. അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത് വളരെ തിൻ മാർജിനിലാണ്. ഇന്ത്യയിൽ ഈ പ്രൊഡക്റ്റുകൾ വിൽക്കുകയാണെങ്കിൽ ഹയർ മാർജിനിൽ വിൽക്കാൻ പറ്റും. ആദ്യത്തെ സ്റ്റോർ അവരുടെ ഫാക്ടറി കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന കിഴക്കമ്പലത്ത് ആരംഭിച്ചിട്ടുണ്ട്. ആദ്യത്തെ ദിവസത്തെ സെയിൽസ് 10 ലക്ഷം രൂപയാണ്. വളരെ പ്രോമിസിങ് ഫിഗറാണ്. ഓഫ് കോഴ്സ് ഇപ്പോൾ ഓണത്തിൻ്റെ സീസണാണ് കേരളത്തിൽ, അതുകൊണ്ട് തന്നെ സെയിൽസ് കൂടിയിട്ടുണ്ടാവാം. പക്ഷേ കീടെക്സിൻ്റെ ലിറ്റിൽ സ്റ്റാർ കിഡ്സ് വെയറിൻ്റെ ക്വാളിറ്റി അമേസിങ് ആണ്, ഗ്ലോബൽ ക്വാളിറ്റിയാണ്. അത് ലോ കോസ്റ്റിൽ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൺസ്യൂമേഴ്സിന് നല്ലതാണ്. അവർ പറയുന്നത് മിഡിൽ ഈസ്റ്റിൽ 50 സ്റ്റോറുകൾ ഓപ്പൺ ചെയ്യുകയാണ്. അക്രോസ് ഇന്ത്യ വലിയ രീതിയിലുള്ള എക്സ്പാൻഷൻ, 300 ഓൺ സ്റ്റോറുകൾ. അതുപോലെ തന്നെ കോമേഴ്സ് പ്ലാറ്റ്ഫോമിൽ കൂടെയൊക്കെ സെയിൽസ് ആരംഭിച്ചിട്ടുണ്ട്. ഫ്രാഞ്ചൈസി മോഡലും തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ കീടെക്സിനെ സംബന്ധിച്ച് ക്രൈസിസ് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറ്റി ഗ്രോ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കീടെക്സും ലോങ് റണ്ണിൽ നല്ല രീതിയിൽ മുന്നേറിയേക്കാം. അവരുടെ തെലങ്കാനയിലെ വാറങ്കലിൽ നിന്നുള്ള പ്ലാന്റിൽ നിന്നുള്ള പ്രൊഡക്ഷനും ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം ഇപ്പോൾ 32 ലക്ഷം പീസസ് ആണ് അവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. വളരെ പ്രോമിസിങ് ഫിഗറാണ്.
ഒപ്പം വാരി എനർജി, അതുപോലെ തന്നെ FMCG രംഗത്ത് നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്ന ITC, മാരിക്കോ, ഡാബർ, ടാറ്റ കൺസ്യൂമർ, ഡാബർ പ്രൊമോട്ട് ചെയ്യുന്ന NBFC ആണ് റെലിഗെയർ. വളരെ അണ്ടർപ്രൈസ്ഡാണ്. നമ്മളതിൻ്റെ പ്രൊമോട്ടർ സ്ട്രെങ്ത്തും ഫണ്ടമെൻ്റൽ ഫാക്ടേഴ്സൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ കൺസിഡർ ചെയ്യാവുന്ന സ്റ്റോക്കുകളാണ്. അതോടൊപ്പം തന്നെ ഹിന്ദുസ്ഥാൻ സിങ്ക്, സിൽവർ വലിയ രീതിയിൽ മുന്നേറുകയാണെങ്കിൽ ലോകത്തിലെ 3rd ലാർജസ്റ്റ് സിൽവർ പ്രൊഡ്യൂസറാണ് ഹിന്ദുസ്ഥാൻ സിങ്കിനും ഒപ്പം വേദാന്തയ്ക്കും പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് നൽകാൻ പോകുന്നത്. എന്നിരുന്നാലും NCLT's ഡീമർജർ ഇഷ്യൂസ് ഒരുപക്ഷെ വേദാന്തയുടെ ഡീമർജറൊക്കെ ഒന്ന് ഡിലേ ചെയ്തേക്കാം. പക്ഷേ ലോങ് റണ്ണിൽ പോസിറ്റീവ് ന്യൂസാണ് നൽകാൻ പോകുന്നത്. മാർക്കറ്റ് താഴെ വരുമ്പോൾ ഗോൾഡ്, സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് സിൽവറിൽ ETF ആയിരിക്കും നല്ലത്. അപ്പോൾ അത്തരത്തിലുള്ള കമോഡിറ്റികളിലും ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു വളാറ്റൈൽ ഓപ്പണിംഗ് തന്നെയാണ്. ഓവറോൾ സെന്റിമെന്റും ന്യൂസ് ഫ്ലോസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ബെറ്റർ GDP ആണ്. അതുപോലെ തന്നെ India China റിലേഷൻഷിപ്പ് ബെറ്റർ ആവാൻ ഒരു പോസിറ്റീവ് ബയാസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ അഡീഷണൽ താരിഫിൻ്റെ ഒരു ഇമ്പാക്റ്റ് നിലനിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരുപക്ഷെ നിഫ്റ്റി വേസ്റ്റ് കേസ് സെനാരിയോയിൽ 24,000-ലേക്കൊക്കെ താഴാനുള്ള ചാൻസസ് ഉണ്ട്. ഒരു അപ്വേർഡ് ബയാസ് ഉള്ളൊരു ഓപ്പണിംഗ് ആണ് ഒരുപക്ഷെ നാളെ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും മറ്റ് ന്യൂസ് ഫ്ലോസ് പോസിറ്റീവായിട്ട് വരുന്നതെങ്കിൽ ഒരു പോസിറ്റീവ് മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്തേക്കാം. അല്ലാത്ത പക്ഷം നമ്മളൊരു വളാറ്റിലിറ്റി തന്നെയാണ് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. അതോടൊപ്പം തന്നെ ചൈനയുടെ ഒരു ഇന്നൊവേഷനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരികയാണ്. തോറിയം എന്ന് പറയുന്നത് ധാരാളം ഭൂമിയിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു മെറ്റലാണ്. ഇതിന് റേഡിയോ ആക്റ്റീവ് പ്രോപ്പർട്ടി ഒക്കെയുണ്ട്. തോറിയം ഉപയോഗിച്ചുകൊണ്ട് പവർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രൊജക്റ്റ് ചൈന ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുകയാണ്. ആദ്യത്തെ പ്രൊജക്റ്റ് അവർ ഗോബി ഡെസർട്ടിൽ 10 മെഗാവാട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു പ്രൊജക്റ്റ് 2029 ആകുമ്പോഴേക്കും കംപ്ലീറ്റ് ചെയ്യും. ഈ തോറിയത്തിൻ്റെ ഗുണം എന്ന് പറയുന്നത് തോറിയം ഉപയോഗിച്ച് പവർ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ യുറേനിയം ഉപയോഗിച്ച് ന്യൂക്ലിയർ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ 200 ടൈംസ് തോറിയം ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ ന്യൂക്ലിയർ വേസ്റ്റ് ഉണ്ടാവും ന്യൂക്ലിയർ പവറിൽ കൂടെ പവർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ. പക്ഷെ തോറിയം പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും തോറിയം വേസ്റ്റ് ഉണ്ടാവും. പക്ഷെ അതിൻ്റെ ന്യൂക്ലിയർ പ്രോപ്പർട്ടി വളരെ കുറവായിരിക്കുന്നതാണ് പറയുന്നത്. നേരെ മറിച്ച് ന്യൂക്ലിയർ പവർ റിയാക്ടറുകൾ വർക്കിന് ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷറൊക്കെ വേണം. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ലോ പ്രഷർ ഉപയോഗിക്കുന്ന തോറിയം റിയാക്ടറുകളിൽ കൂടെ തോറിയം ഉപയോഗിച്ചുകൊണ്ട് പവർ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ 60,000 കൊല്ലത്തേക്കുള്ള പവർ ഗ്ലോബലി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുള്ള റിപ്പോർട്ടാണ് ചൈന പുറത്തു വിട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ചൈന ഇത്തരത്തിലുള്ളൊരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പ്രൊജക്റ്റ് അവർ ടെമ്പററി ആയിട്ട് അല്ലെങ്കിൽ ഒരു പൈലറ്റ് പ്രൊജക്റ്റായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകൾ വരുമ്പോൾ മേജർ റോഡ് ബ്ലോക്കുകളായിട്ട് വരുന്ന കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റുകളാണ്. വലിയ കോസ്റ്റ് വരുന്നതാണ് പറയുന്നത് ഇനീഷ്യലി. പക്ഷേ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതോട് കൂടിയിട്ട് അത്തരത്തിലുള്ള കോസ്റ്റൊക്കെ താഴെ വന്നേക്കാം. എന്നിരുന്നാലും 10 വർഷം കാത്തിരിക്കേണ്ടി വരും ഇത്തരത്തിൽ തോറിയം പവർ നമുക്ക് ലഭിക്കാനായിട്ട്. അത് സക്സസ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്കിപ്പോൾ പവർ പ്രൊഡക്ഷൻ യൂസ് ചെയ്യുന്ന കോളിൻ്റെ ആവശ്യം വരില്ല. അതുപോലെ തന്നെ മറ്റ് ക്രൂഡ് റിലേറ്റഡ് പ്രൊഡക്റ്റുകളുടെ ഒന്നും ആവശ്യം വരില്ല. ഇത് ചൈനയുടെ ഒരു ഇന്നൊവേഷനാണ്. എല്ലാ കാലത്തും ഏറ്റവും കൂടുതൽ ഇന്നൊവേഷൻസ് അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ചൈന. ഇത് നിങ്ങളുടെ അറിവിലേക്കായിട്ട് തന്നിട്ടുള്ളൊരു ന്യൂസാണ്. നമ്മുടെ കേരളത്തിലും ധാരാളം തോറിയം മെറ്റൽസൊക്കെ അവൈലബിൾ ആണ്. നമ്മളെ സംബന്ധിച്ചും ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകളൊക്കെ ഭാവിയിൽ സക്സസ് ആവുകയാണെങ്കിൽ വളരെ ഫേവറബിൾ ആണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി റീസെൻ്റ് ആയിട്ട് നമ്മുടെ ഗവൺമെൻറ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിരുന്നു. സ്റ്റേറ്റ് ഗവൺമെൻറ്റിലെ കേരളത്തിൽ തോറിയം ഉപയോഗിച്ചുകൊണ്ട് പവർ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സമ്മതിക്കില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ തന്നിരുന്നു. എന്താണ് അതിൻ്റെ ബേസിക് റീസൺ എന്നുള്ള കാര്യം അറിയില്ല. എന്നിരുന്നാലും ഇതൊരു ഇന്നൊവേഷനാണ്. ഇതൊക്കെയാണ് ഈ ആഴ്ചയിലത്തെ വീക്കിലി പോഡ്കാസ്റ്റിൽ എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള ഇൻഫർമേഷൻസ്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നമ്മുടെ അഡീഷണൽ താരിഫിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മുടെ എക്കണോമിയിൽ ഷോർട്ട് മീഡിയം ടൈമിലൊക്കെ കണ്ടേക്കാം. പക്ഷേ നമ്മുടെ ചൈനയുമായിട്ടുള്ള ബന്ധം നന്നാവുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഗവൺമെൻറ് പ്രൊആക്റ്റീവ് മെഷേഴ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. GST റിഫോംസ് അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. റേറ്റ് റിഡക്ഷൻ വരെയൊക്കെയാണ്. ഇതൊക്കെ നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ പോസിറ്റീവ് ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ഒരു ഹാപ്പി ഓണം ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്കിലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.